ഡൽഹി രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. മരണപ്പെട്ട കാലടി സ്വദേശിയായ നെവിൻ JNUവിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. നെവിന് പുറമെ ഡാനിയ സോണി, ശ്രേയ യാദവ് എന്നീ വിദ്യാർത്ഥികളും മരണപ്പെട്ടു. മൂവരും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി ലൈബ്രറിയിൽ എത്തിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറിയായിരുന്നു അപകടം. രക്ഷാദൌത്യം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പെൺകുട്ടികളുടെ മൃതദേഹം ലഭിച്ചെങ്കിലും രാത്രി ഏറെ വൈകിയാണ് മലയാളി വിദ്യാർത്ഥി നെവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കാലടി സ്വദേശിയായ നെവിൻ JNUവിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. റിട്ടയർഡ് ഡിവൈഎസ്പി ഡെൽവിൻ സുരേഷിന്റെയും കാലടി സർവകലാശാലയിലെ മുൻ സിൻഡിക്കേറ്റ് അംഗവും ജിയോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായ ഡോക്ടർ TS ലാൻഗ്സ്റ്റലിന്റെയും മകനാണ്. നെവിനു പുറമെ ടാനിയ സോണി, ശ്രേയ യാദവ് എന്നീ വിദ്യാർത്ഥിനികളും അപകടത്തിൽ മരണപ്പെട്ടു. മൂവരും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി ലൈബ്രറിയിൽ എത്തിയതെന്നാണ് വിവരം. രാജേന്ദ്ര നഗറിലെ ബഡാ ബസാർ 11B-യിലെ റാവൂസ് IAS സ്റ്റഡി സെന്ററിലാണ് അപകടം നടന്നത്. അപകട സമയം 40ഓളം കുട്ടികൾ ലൈബ്രറിയിലുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം കുട്ടികളും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇവർ 3 പേരും കുടുങ്ങിപ്പോവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.